നീ എന്താ എന്റെ അതേ മുണ്ടെടുത്തിരിക്കുന്നത്? ഞാൻ ഇതിലത്തെ 3 മേടിച്ച് ഷെൽഫി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് മാറി മാറി ഉടുക്കാനാണ് ഞാൻ ഇത് മേടിച്ചു വെച്ചിരിക്കണേ, അല്ലാതെ നിനക്കെടുത്ത് ഉടുക്കാനല്ല, മനസ്സിലായേ? ഇത് പിത്തർജി കുറയ്ക്കാൻ വാങ്ങിയതാണ് നമ്മള്. ഞാൻ വേറെ ഒന്നുമില്ലേ. നിന്റെ സൗണ്ട് എന്താ വിട്ടു പോണേ? അത് അണ്ണന്റെ സൗണ്ട്, അണ്ണന്റെ 8 വർഷം കൊണ്ടാ. ആണോ? അതെ 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 ആണ് എന്റേത് വിട്ടുവിട്ടാണോ കേൾക്കുന്നേ? അതെ 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 അണ്ണന്റെ വിട്ട് പോകും. ഹലോ കാർലോ. പ്രിവാറുണ്ടല്ലേ? ആ പിന്നെ വാറ് എല്ലാം ഉണ്ടപ്പോ. ഇത് എന്ത് ചെയ്യാൻ എന്റെ ജോലി അപ്പ? ഇത് എല്ലായിടത്തും പ്രശ്നങ്ങളല്ലേ? ഇച്ചായ ഒരു കാർഡ്, ഒരു 10 കാർഡ് ചെടുത്തേ പെട്ടെന്നാണ്. ഞാൻ അങ്ങോട്ട് കാർഡ് ചോദിക്കാൻ വന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ ഇച്ചായ, നമുക്ക് കാർഡില്ല, ഒരു കുന്തുമില്ല, കടത്തില 49 കാർഡ് കടത്തില, 36 കാർഡേ ഉള്ളു കയ്യില്. ഒരു 10 കാർഡ് കൂടെ തന്നിട്ട് വേണം എനിക്ക് അത് മേടിച്ച് KVക്കാർക്ക് കൊടുക്കാൻ. ഓ അങ്ങോട്ട് അല്ലാതെ കഴിഞ്ഞ വട്ടം ഓർമ്മയില്ലേ കടം മേടിച്ചത്? അല്ല ഞാൻ കാര്യം പറയട്ടെ, വിളിക്കാൻ പറ്റുള്ളൂ. ഇന്ന് KVക്ക് ഒറ്റ ടർഫിന്ന് വിളിക്കാൻ പറ്റൂ. അതെന്താ? അതോട് ഇന്നത്തോടുകൂടെ ഇത് റീസെറ്റ് ആവുകയാണ്, മനസ്സിലായ? KVയുടെ എത്ര പോയിന്റ് ഉണ്ട്? ഒരു അറിവുമില്ല. അല്ല അത് എന്റെ വഴി അറിഞ്ഞിട്ട് അവർക്കെതിരെ എന്നെ വിളിക്കാനല്ലേ. ഹലോ ഹലോ സാനിയ. സുഖാണോ? കൊറേയല്ലോ കണ്ടിട്ട്. സാനിയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാൻ ഈ സിറ്റിയിലൊക്കെ ഉണ്ട്. ഞാനും ഉണ്ടല്ലോ, പിന്നെന്താ നമ്മള് കാണാതിരുന്നേ? എനിക്ക് ഒരു പിടുത്തവും ഇല്ല. കൊറേ നാളായല്ലോ നമ്മള് സംസാരിച്ചിട്ട് വേറെ മെസ്സേജ് ഒക്കെ അയക്കില്ല, കാണാറില്ല. ആണല്ലേ? ഞാന് സാനിയ ചെറിയൊരു എന്താ സിറ്റുവേഷനില്ല. ഒരു ഗ്യാങ് വാറും ഉണ്ട്, അതുപോലെ ഒരു ഓപ്ഷനും ഉണ്ട്. ഞാൻ ഇതിന് നിക്കുവാണേ. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി സാനിയെ. ഓ വിളിച്ചാൽ മതി. ഇന്നെ കാണാൻ പറ്റുമോ? മീറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ സാനിയെ മീറ്റ് ചെയ്ത് പോവോ ഞാനിവിടുന്ന്? അല്ല അമ്മ ബിസി ഇല്ലേ? ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിന്റെ ഒരു ചെറിയ ഒരു ഇതുണ്ട്, അതേ ഉള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് സാനിയെ വിളിക്കാം. ഓക്കേ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ സാനിയ, സീ യു സൂൺ. ഓക്കേ ബൈ. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല, കഴിക്കണം. സാനിയ കഴിച്ചോ? കഴിക്കുന്നേ. ഞാൻ കഴിച്ചായിരുന്നു. ഞാൻ കഴിക്കാം. കഴിക്കട്ടോ എന്തെങ്കിലും? കഴിക്കാം. ഓക്കേ ബൈ. ബൈ. സാനിയ പറഞ്ഞതല്ലേ, എന്തേലും കഴിക്കാം. സാനിയ പറഞ്ഞോണ്ടാന്ന് പറഞ്ഞല്ലോ, വല്ലാത്ത ടേസ്റ്റ് കൊള്ളാം. സാനിയ പറഞ്ഞോണ്ട് വെള്ളം കൂടെ കുടിക്കാം. ഹലോ 223. TV പരുന്തോസ്. ജോസൂട്ടി ഒന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ ടർഫ് അടിച്ചെടുക്കണ്ട. ഇത് ഞങ്ങൾക്കല്ലേ പണിയായത്. അതെന്താ ഞാൻ കാര്യം പറ്റേ, അവർക്ക് ടർഫ് എന്തായാലും വിളിച്ചെടുക്കാൻ പറ്റും. അതെന്താ 2 വിളിക്കാലോ? ഒരെണ്ണം അവര് ഹോൾഡിംഗ് അല്ലേ, അപ്പൊ അവർ ഒരെണ്ണേ വിളിക്കാൻ പറ്റത്തുള്ളൂ, മനസ്സിലായ? ഒരെണ്ണം ഹോൾഡിംഗ് ആണോ അവര്? അവരേലല്ലേ മറ്റേ ഇതിരിക്കുന്ന ഏതായിരുന്നു? ഡേവിസ്. ഡേവിസ് അവരേലും ഇരിക്കുന്നേ. അല്ല ഡേവിസ് പോയെന്ന് തോന്നുന്നു KVയുടെ കയ്യിന്ന്. ഡേവിസ് ആരുണ്ട് പോയെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ആണോ? ഒന്നാ എനിക്കറിയില്ല. അങ്ങനെയാണ് നിങ്ങൾ ആട്ടേണ്ടി വരും കേട്ടോ. ചോദിച്ചോട്ടെ, ഡേവിസ് പോയില്ലേ? നിങ്ങൾ ടർഫ് പോയി ഹോൾഡിംഗ് അല്ലേ? കാർലോ ഡേവിസ് കയ്യിലുണ്ടല്ലോ നിങ്ങളുടെ. ഓൾ ഗുഡ്. എന്തൊക്കെയാ ജോസുട്ടി പറയുന്നത്? ഡേവിസ് ഉണ്ട് അവരുടെ കയ്യില്. അതല്ലേ ഞാനും പറഞ്ഞു, ഡേവിസ് ഹോൾഡിംഗ് ആണെന്ന്. ഇത് നമ്മൾ ആകെ കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറയട്ടെ, അപ്പൊ
അപ്പൊ നിങ്ങളുടെ എത്ര കാർഡുണ്ട് ഇന്ന് നിങ്ങൾ ഏതാ വിളിക്കാൻ പോണേ? ഞാൻ കായം പറ്റേ, ഞാൻ കുറച്ച് കാർഡ് കടം മേടിച്ചിട്ടാണ് ഇന്ന് വിളിക്കാൻ പോണത്. അത് ഏതാ വിളിക്കാൻ പോണത്? ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് 2 ഉണ്ട്. അതുകൊണ്ട് എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. ഞാൻ ഒന്നെങ്കില് നിങ്ങൾക്ക് എഗെയിൻസ്റ്റാണ് ഒരാട്ടം. എന്നിട്ട് കാർഡ് എന്റെ അടുത്ത് തന്നെ ചോദിക്കണം അല്ലേ? അല്ലെ, ഞാനൊരു കാര്യം പറ്റാ അസു, ഇതിപ്പോ എന്താ കഴിഞ്ഞാല് ഈ ടിവിയും മറ്റേ നിങ്ങൾ വേറെ കൂടെ ഉണ്ടല്ലോ, ഏതാണ് റാഞ്ചോയും ഈസ്റ്റ്. ഇതൊന്നും ഇവ ആരും വിളിക്കാൻ പോകും. ഇവന്മാരൊക്കെ മറ്റേ സൈഫറൊക്കെ നോക്കി വിളിച്ചേക്കുന്നത്. നമ്മളെ വിളിക്കണ്ടേ? അത് ശരിയാ, പോയി പോകില്ലേ? അത് ശരിയാ. ബാക്കി ചോദിച്ചിട്ടുണ്ട്, കേൾപ്പിക്കാരോട് എന്തായാലും വിളിക്കാൻ പറ്റും. ബാക്കിയുള്ള നമ്മൾ അടിച്ചോളാം. കാലൊക്കെ അങ്ങ് നടക്കാൻ വരാ, ഇതൊക്കെ ഇവിടെ ഉള്ളേ ഇല്ലേ, നമ്മ പിന്നെ കൊടുക്കാം. പിന്നല്ല എവിടെയായിരുന്നു? അതാ വന്നു കാർലോടെ കാർഡ് 36 കാർഡോടെ കൂട്ടി വിളിച്ചോ കേട്ടാ. കാർലോടെ കാർഡ് 36 കാർഡ്. കണക്കറിയില്ലേ 37. അണ്ണാ ഇവിടെ ഗണ്ണുണ്ടോന്നാ കൊണ്ടുവന്ന് എടുത്തേ? എല്ലാം എടുക്കുന്നില്ല, അതിരുന്നോട്ടെ. എന്തിനാ ഇവിടെ ഗണ്ണിന്റെ ആവശ്യമില്ലല്ലോ. അല്ല ഇവിടെ കണ്ണെടുക്കാവോ? ഇല്ല, എന്തിനാ ഇപ്പൊ ഗണ്ണെടുക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ കണ്ടു കൊണ്ടുവരാമെന്ന് ചോദിച്ചേ. കയ്യിൽ കഷത്തിൽ ഇരുന്നോണ്ട് കുഴപ്പമില്ല, അതെടുത്ത് വെളിയിലിട്ട് ആട്ടാതിരുന്നാ മതി. ഇതിലൊരു ചെറിയ സാധനമുണ്ട്. നിനക്ക് സാമാനം ഉണ്ടെന്ന് വിചാരിച്ച് നീ വഴി പോണ എല്ലായിടത്തും ആട്ടുവോ? അത് ആവശ്യമുള്ളടത്ത് ആട്ടിയാ പോരെ? അല്ല ചോദിച്ചത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോവാം. ഒരു പ്രശ്നവുമില്ല, ആരുമായിട്ടും തൽക്കാലം നമുക്ക് ഒരു പ്രശ്നമില്ല. നീ ഇപ്പൊ ഭയങ്കര ഇറഗുലർ ആയിട്ട് വരുന്ന ഒരു വൃത്തികെട്ട കോലീഡറാ. ടിവിയെ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട കോലീഡർ. അനാവശ്യമല്ല, സത്യമാണ്. വലിയ പ്രശ്നം ഉണ്ടാക്കാം, മനസ്സിലായില്ലേ? വലിയ പ്രശ്നം ഉണ്ടാക്കാം. അയാളാ ഷാഡോ നിഴലെന്തോ പറയുന്നു, കേക്ക്. ഇത് ഇരിക്കും. അതുപോലെ എല്ലാ ഫാമിലീസും അതുപോലെ പേര് കൂട്ടി വേണം വിളിക്കാൻ. ആരെ വിളിക്കുന്നതോടെ പിന്നെ ഒരാള് വിളിക്കാതിരിക്കും. അവര് വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലെ കൂട്ടി വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇത് MRC ഇല്ലേ ഓപ്ഷന്? നമുക്ക് ഒരുപാട് സമയം ചേംബർ ഹിൽസ് ആണ്. അത് ഹോൾഡ് ചെയ്യുന്നത് TG ആണ്. ചേംബർ ഹിൽസ് സ്റ്റാർട്ടിംഗ് ഫ്രം 10 പോയിന്റ്. നമുക്കങ്ങ് വിളിച്ചാലോ? TG ആണ് ഹോൾഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം 10. AJ12 വിളിച്ചിരിക്കുകയാണ്. നമുക്ക് വിളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അടിച്ചങ്ങ് എടുക്കായിരുന്നല്ലേ എല്ലാം. PR ടീം എത്തിയിട്ടുണ്ട്. മൈൻഡ് പോലും ചെയ്യരുത് അച്ചീവ് ഒന്നും. ബോസും തീയും കായും പോയും ഒക്കെ ഇടുന്നവനെ. KV എന്താ വിളിക്കാത്ത? KV ആണോ ചേംബർ? ചേംബർ വിളിക്കാത്തേ? എന്തോ ഒരു പറഞ്ഞു. ഷെയ്ക്ക് തോന്നിക്കുന്നു. ഷെയ്ക്ക് ഒന്ന് വന്നേ. ഷെയ്ക്ക് ഒന്ന് വന്നേ. ഷെയ്ക്ക് ഒരു 10 കാർഡ് കടന്താ. അതാ പറഞ്ഞ മാക്ക് കണ്ടില്ല, ഫ്രണ്ട് പോയിരിക്കുന്നുണ്ട്. അതാ വരുന്നു, ഓടി വരുന്നു. ഒറ്റ കാർഡ് പോലും ഇല്ല.
കാറൊക്കെ എന്ത് ചെയ്തു നിങ്ങള്? നമ്മള് ഒരാഴ്ച ലീവിന് പോയല്ലോ സസ്പെൻഷനില്. അപ്പൊ അതൊക്കെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് മാക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്ത് ഇതിന്റെ അകത്ത് വെച്ചു, ലോക്കറിന്റെ അകത്ത്. പക്ഷെ അത് എക്സ്പയർ ആയി പോയി. അതറിയില്ലായിരുന്നു മാക്കിന്. എക്സ്പയർ ആവാതുള്ള സാമാന്യ ബോധം പോലും ഇല്ല ഇത്. എത്ര കാർഡ് കൊണ്ട് കളഞ്ഞു? 50 60 അയ്യോ 60 കാർഡ് എടുത്ത് കൊണ്ടുപോയതാണോ അറിയില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ശരിക്കും. ഇതിനൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഒരാഴ്ചയാണ് ഇതിന്റെ വാലിഡിറ്റി. ഇവിടെ വെച്ചൊരു കയ്യാങ്കളി വേണ്ട അണ്ണാ. പ്രശ്നമല്ലടാ, നമ്മൾ കാർഡിനെ പറ്റി ഇല്ല ഒന്നുമില്ല. അത് അങ്ങനെ ഒരു വാണപ്പ്. ഇതെന്ത് ചെയ്യോ? ഇത് പുറത്ത് ഗവൺമെന്റിനോട് സംസാരിച്ച് നമുക്ക് ഗവൺമെന്റിനോട് സംസാരിച്ച ഗവൺമെന്റ് നല്ല താറ്റ് തറ്റും, അല്ലാതെ ഒന്നും നടക്കാൻ പോലുള്ള. ഇത് എക്സ്പീരിയൻസ് റേറ്റ് ഉണ്ട് ഇതിന്. അല്ല ഇത് പൈസ കൊടുത്താ കിട്ടണാണോ? അപ്പൊ കിട്ടൂല. അങ്ങനെയെങ്കിലും കിട്ടൂല 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 കിട്ടൂല. അല്ല മാക്ക് ഞാൻ ചോദിക്കട്ടെ, നീ ഇത് നമ്മുടെ കാർഡില്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്നേ? അതുകൊണ്ട് ചുമ്മാ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അപ്പാപ്പൻ എവിടെയോ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടില്ലെങ്കിൽ പണി എന്ത്? അതുകൊണ്ടാ വെളി ഫ്രണ്ടിൽ പോരുന്നത്. വന്നില്ലെങ്കിൽ പണി കിട്ടുമല്ലോ. കാറിലൊന്നും ചോദിച്ചോക്കാം അല്ലേ? കാറിലൊക്കെ കടത്തില്ല. കാറിലൊക്കെ ഞങ്ങള് നമ്മൾ എത്ര അപ്പാ കൊടുക്കുള്ളൂ? 49 കാർഡോ 54 കാർഡൊന്നും ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി. ഞങ്ങളുടെ 37 ഉള്ളൂ. 54 കാർഡ് ഇനി അങ്ങോട്ട് കൊടുക്കാനാണ് കാറിലൊക്കെ. ഞങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ടർഫിലായിരുന്ന സമയത്ത് ഞങ്ങൾ ആ ടർഫ് വെച്ചാ മേടിച്ചത്. അതിലൊരു രാശിയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 2 ടർഫ് കിട്ടി. പക്ഷെ ഇനി ഞങ്ങൾ അവർക്ക് ടർഫ് വിളിക്കാൻ നമ്മൾ കൊടുക്കണം. ഇല്ല 37 ഉള്ളു കയ്യിൽ. അതല്ലേ 10 ഷേക്കിനോട് കടഞ്ഞു വയ്ക്കാൻ വന്നത് ഞാൻ. ഞാൻ പറയുമ്പോ ആരെയും വിളിക്കാത്തവരുണ്ടോ ഒന്ന് അനൗൺസ് ചെയ്ത് നോക്കാം പാപ്പ. ആരെങ്കിലും വിളിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് പൈസ കൊണ്ട് കൊടുക്കാം. ആ ഫോർട്ടിക്കയിലെ കമ്പാറിന് വേണ്ടി സർവത്ത് മേടിച്ചു കൊടുത്താൽ മതി. കേവേക്ക് ടർഫ് കിട്ടിയോന്ന് ചോദിച്ചു നോക്കട്ടെ. കേവേക്ക് ടർഫ് കിട്ടിയില്ലേ? വാങ്ങിച്ചിട്ട് വന്നു നോക്കട്ടെ. ഒരു മിനിറ്റ്. ജൂനിയർ പാപ്പ ടർഫ് മേടിച്ചോ? അത് കാരണം 30 കിട്ടിയത്. 30 കിട്ടിയോ? നിങ്ങൾക്ക് ഒരെണ്ണല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. 30 കിട്ടി. ഒരെണ്ണം വിളിക്കാം. അതെ അതെ. കാർലോ അപ്പൊ അടുത്ത ആഴ്ച തന്നാ പോരെ? മതി മതി മതി. അപ്പൊ ഷേക്ക് ഒരു 36 കാർഡ് 37 കാർഡ് വേണം. ഞാൻ തരണം തിരിച്ചു തരണം. ഓക്കെ, അതാ 37 കാർഡിന് നിങ്ങൾ ഏതാന്ന് വെച്ചാ വിളിച്ചോ. കൊടുത്തു. ഇല്ല 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 കാർഡ് കൊടുക്കണമായിരുന്നല്ലേ? എടാ ഞാൻ ഓർത്തില്ലടാ. അയ്യോ, ഇനി അവരോട് പറയുകയും ചെയ്ത് ഇനി ഞാൻ എങ്ങനെ നോ പറയും? എടാ ഞാനത് ഓർത്തില്ലടാ. എന്റെ 1 സെക്കൻഡ് ഓർമ്മിച്ചായിരുന്നു പറഞ്ഞത്. അയ്യോ ടിജെക്ക് കിട്ടുമോ നോക്കട്ടെ. ടിജെക്ക് കേവേ കൊടുക്കും. കള്ളന്മാര് നമുക്കിട്ടാണല്ലോ വച്ചമ്പി. ഹലോ ബ്രോ, ഇത് നമ്മള് കാർഡ് കൊടുത്ത് MRC കൊണ്ട് നമുക്ക് ഇതിനെ വിളിപ്പിക്കാൻ. അവര് മടി ട്രക്ക് വിളിക്കും. നേരെ വന്ന് മടി കൊടുത്ത് അടി വാങ്ങുന്നത് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു രസമല്ലേ പാപ്പ? നമുക്ക് തിരിച്ചടിച്ചെടുക്കാലോ. അടിച്ചെടുത്താ അത്ര കോമ്പറ്റീഷൻ ഒക്കെ വരട്ടെ. രസമല്ലേ? അതാണ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അതെ അതെ. നമ്മുടെ കോഹ്ലിയുടെ ഒറ്റയ്ക്ക് സംസാരിക്കണം നമുക്ക്. ഹലോ ഹലോ ദേവകുട്ടി പറഞ്ഞോ. ഞാനത് വാസുണ്ണ എന്തോ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ വന്നതേ ഉള്ളൂ.
ഓ കുഴപ്പമില്ല, ഞാൻ ചന്ദ്രനെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ അവര് ക്യൂവിൽ നിൽക്കും. അവര് കേറി കഴിഞ്ഞാൽ നമുക്ക് പ്രീവാറും വാറായിട്ട് തന്നെ പോയി ഒരു സോൾവിങ് വേണ്ട. അവർക്കും വേട്ടടിക്കും അത് അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ കുട്ടി, സീനൊന്നും ലക്ഷ്യം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും അവര് ക്യൂല എല്ലാരും 100 ക്യൂലൊക്കെയാണ് കിടക്കുന്നത്. അതാണ് ലേറ്റ് ആവുന്നത്. ഓക്കെ അവര് ഓക്കെ, കേറി സെറ്റ് കഴിഞ്ഞാൽ പറയാം. സെറ്റ്. താങ്ക് യു ഹസൻ, താങ്ക് യു. ഗാന്ധിജി സ്വപ്നം കണ്ട സിറ്റ് ചെയ്ത് സത്യമല്ലേ? നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം. കാരണം അത് ഇന്നും കൂടെ ഉള്ളൂ ആ പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നൂടെ ഉള്ള കാർഡ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിലായോ? റീസെറ്റ് ആവും മൊത്തം. പുതിയതായിട്ട് നിങ്ങൾ ആദ്യം തൊട്ട് ലോയൽറ്റി പോയിന്റ് കയറ്റേണ്ടി വരും. ഇന്നൂടെ ഉള്ളത് ഇത് ലോയൽറ്റി പോയിന്റ് ഇന്നൂടെ ഉള്ളു. അപ്പൊ പിന്നെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിന് അവര് വിളിക്കുന്നത് വിളിക്കട്ടെ. നമ്മള് മണി ട്രിപ്പ് വിളിക്കുന്ന വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, കളിക്കാം നമുക്ക്. വീണ്ടും ലോയൽറ്റി പോയിന്റ് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പം നിങ്ങൾക്ക് either ഇന്ന് ഓപ്ഷൻ വിളിച്ചെടുത്ത് നിങ്ങളുടെ പോയിന്റ് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ലോയൽറ്റി ഷോപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന പിന്നെ റിട്ടേണബിൾ അല്ല. കാർഡ് എവിടുന്ന മേടിക്കുന്നേ? ഇവിടുന്ന അടുത്ത വിളിച്ചോ. രണ്ട് കാർഡുണ്ട് കാണോ? അടുത്ത ടർഫ് ഡേവിസ് ആണ്, KV ആണ് കോൾ ചെയ്യുന്നത്. ഡേവിസ് പോയിന്റ് സ്റ്റാർട്ട് ഫ്രം 10. അതൊക്കെയാണോ? AVP 20 KV ആണ് കോൾ ചെയ്യുന്നത്. എന്തോ കേട്ടില്ല. കിട്ടിയോ? രണ്ടെണ്ണം കിട്ടിയാ? KVP 30 വിളിച്ചിരിക്കുന്നു. 39 കാർഡുണ്ട് ടോട്ടല്. എന്തായാലും ഇത് തീരും. അപ്പൊ പിന്നെ നമുക്ക് വേറെ വഴിയില്ല. വീട്ടുകള് ഓൾ ദ ബെസ്റ്റ്. അതിൽ 2 കാർഡ് ജോസൂട്ടി തന്നാണേ. അയ്യോ പറഞ്ഞിട്ട് തന്നെയാണോ വാങ്ങിയത്? അയ്യോ അല്ലല്ല, എനിക്കാന്ന് പറഞ്ഞു തന്നതാ, കുഴപ്പമില്ല. ചിലപ്പോ തരില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. എന്തൊക്കെയല്ല നടക്കാൻ സിറ്റിയില്, എന്റെ അള്ളേ. KV ആണ് കോൾ ചെയ്യുന്നത്. നമുക്കാ പറഞ്ഞ തരൂല്ലെന്ന്. നമ്മുടെ കോലി ഇടുന്നത് എവിടെയോ പോയി വള്ളി എന്തോ പിടിക്കുവോ കേട്ടാ. കത്തി ഒരു മൂച്ചാ കത്തി കൊണ്ട് നടക്കുന്നുണ്ട് അത് വഴി. വിളിച്ചു, പിന്നെ വേറെ ഏതാ വിളിച്ചത്? ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്ന അടുത്ത്. ഇനി എത്ര എണ്ണം കൂടെ ബാക്കിയുണ്ട്? ഇനി എത്ര ടർഫ് കൂടെ ബാക്കിയുണ്ട്? 2 ഉണ്ടല്ലേ? മൊത്തം 5 ആണോ? മൊത്തം 4 ഉള്ളൂ. ഇന്ന് എന്തായാലും കാർഡ് എക്സ്പയർ ആവും, മനസ്സിലായ? ഓ എത്ര വിളിച്ചത്? ആരും വിളിച്ചില്ല. ഏതാ ഏതാ ഏതാ? നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മള് 2 അടിച്ചിട്ടില്ല. ഒരെണ്ണല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ID 916 അല്ലേ? ഒരാള് ടൈമിൽ വിളിക്കുക, എല്ലാരും കൂടെ വിളിച്ച് ആരാ വിളിക്കുന്ന? വിളിച്ചിരിക്കും. ഓപ്പോസിറ്റ് TV ആണ് കോഡ് TDS 45 വിളിച്ചിരിക്കും. ഒരു കാർഡിന് നീ 1 കോടി വെച്ച് ചോദിച്ചോ. ബ്ലാക്ക് ആണ് കോഡ് ചെയ്യുന്ന TV ആണ്. ചോദിച്ചോ. 28 കാർഡ് കൊടുത്തു. KP 50
കൊടുത്തു ഇനി ഇട്ട് കൊടുക്കാൻ 15 സുഖം നീ ഇവിടെ കയറിയ നീ കയറിയടാ നോത്തണ്ണ നോറ പിന്നെ ഗണ്ണ് വാങ്ങ്. ഇല്ല ബ്രോ കുഴപ്പമില്ല, ചില്ലാവ്. നമുക്ക് ആവശ്യത്തിന് ഗണ്ണ് ബാക്കപ്പ് ഉണ്ട്, ചില്ലാവ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ RP അടിയല്ലാതെ എന്തെങ്കിലും കാണണ്ട ഒരു ദിവസം. ഇതൊന്നും സോൾവും അങ്ങനൊന്നും അല്ല. ജസ്റ്റ് പറയടാ കേക്ക് പറ. പറഞ്ഞു കൂടാ അങ്ങോട്ട്. നമ്മള് 2 ടർഫ്. ഡേവിസും മണി ടർഫും റാഞ്ചോയും മണി ടർഫും ബ്രോ. അപ്പൊ നിന്റെ അച്ഛനെ പറയുമ്പോ നിന്റെ വീടിന്റെ അടുത്തുള്ള വേറെ ആരെല്ലാം അച്ഛന്റെ പേര് പറയോ? തൊട്ടടുത്ത അതിർത്തിയല്ലേ ഡേവിസും റാഞ്ചോ എന്ന് പറയുന്നത്. ഇല്ലറ സൂക്കേടല്ല, കൊറേ ഫണ്ട് ഇറക്കുന്നുണ്ട്. ഒന്നുമില്ല. ഞാൻ ഇപ്പൊ എനിക്ക് കോള് വരുന്ന അർജന്റ്. വിളിച്ചില്ല വാസുവിനെ? കുഴിയിലോട്ട് കാലെടുത്തിരിക്കുന്ന കളവനൊക്കെ ഇന്നും കൂടെ കഴിയുമ്പോ റീസെറ്റ് ആവും. അപ്പം അതിനു മുമ്പ് നിങ്ങൾക്ക് ബണ്ടിലായിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. മെസ്സേജ് ഒന്നും മറന്നോ? ഹലോ ഹലോ അസണ പറ ദർശന. തുടങ്ങാൻ പോകുന്നത് വിശേഷം? സുഖല്ലേ? സുഖമാണ്. ദർശനക്ക് സുഖല്ലേ? ഓ എനിക്ക് സുഖാണ്. ഞാനേ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. ആ ഫുഡൊക്കെ കഴിക്കണം, ഹെൽത്ത് ഒക്കെ നോക്കണം. ഉറപ്പായിട്ടും ദർശന പറഞ്ഞോണ്ട് ഫുഡ് കഴിക്കുകയാണേ. എന്നെ ഇങ്ങനെ വിളിച്ച് ഓർപ്പിക്കാനൊന്നും ആരും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാണോ അതല്ലേ വിളിച്ചത്? അല്ല മെസ്സേജ് ഇട്ടോ, തിരക്കാണെങ്കിലോ എന്ന് വിചാരിച്ച മെസ്സേജ്. ഒരു മിനിറ്റ് ദർശന, ഇപ്പൊ വിളിക്കാവേ. ഓക്കെ ഓക്കെ. ചരിപ്പ് പോടാ, എന്താ നിനക്കൊക്കെ? നൈസായിട്ട് അതിന്റെ ഇടയ്ക്കൂടെ കയറി വെച്ചിട്ട് പോവാം. മാസ്റ്റർ BGM ഇട്ട് പോണല്ലേ? ഞാൻ എല്ലായിടത്തും കട ആദ്യം ചോദിച്ചു വെച്ചായിരുന്നേ. പിന്നെ കുഴപ്പമില്ല, ഈ 2 മാത്രം അധികം വെച്ചത് അതുകൂടെ കയറ്റി വിളിച്ചൂടായിരുന്നോ? ഇല്ല ഞാൻ 10 കയറ്റിയില്ലേ ഞാൻ വിളിച്ചത്. പിന്നെ 2 ഇരിക്കുന്നത് അവരെ 40 വെച്ചപ്പോ ഞാൻ അമ്പത് ഓറ കയറണ്ടേ. ഞാൻ 2 കാർഡ് MRC ചേർത്ത് കൊടുത്തു കേട്ടോ. അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് തരുവാണെന്ന് പറഞ്ഞിട്ടാണോ മേടിച്ചതെന്ന് ചോദിച്ചു. ആ 2 അടി MRC കൊടുത്തു കേട്ടാ. അതവൻ എടുക്കട്ടെ. ഇതൊക്കെ നമ്മളിതിലൊന്നും ഒരു ഇതും വെക്കരുത് വാസു, മനസ്സിലായില്ലേ? നമ്മൾ ദേഷ്യം വെക്കരുത്. അപ്പൊ കൊണ്ടുപോട്ടെ, അതല്ലേ അതിന്റെ ഒരു രസം. അതെ അതിന്റെ ഒരു ഞാൻ കാര്യം പറട്ടെ, നമ്മൾ ആകെ വരുമ്പോ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ആ രീതിയിൽ അങ്ങ് പോട്ടെ, അതൊക്കെ അത്രേ ഉള്ളു. പിന്നെ അല്ലാതെ ഇന്നലെ തന്നെ നമ്മൾ എന്തോ ഒരു തന്തക്ക് തള്ളക്ക് വിളിച്ച് ഇന്ന് കണ്ടപ്പോ ഞാൻ പോയി സംസാരിച്ചില്ലേ മേക്കേറ്റ് എടുത്ത് 2 നല്ല വാക്ക്. പിന്നെ എത്ര ഉള്ളത്? അതൊക്കെ എത്ര ഉള്ള ജോസുട്ടി. ഓക്കെ ജോസുട്ടി, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ടർഫിൽ കാണാം. ഓക്കെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ബാക്കി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓക്കോ ഹീലബിൾസ് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല അപ്പ, ഇല്ല നമുക്ക് എല്ലാ ആവശ്യത്തിനുണ്ട് അപ്പ. അതോ? പിന്നെ നമുക്കൊരു കിട്ടുമായിരുന്നു തോന്നുന്നു. ഇല്ല നമുക്ക് എല്ലാം കൂടെ അപ്പ ഒരു 4-5 പ്രീവാർ നോക്കാനുള്ളതുണ്ട് തൽക്കാലം ഉണ്ടല്ലേ? നിന്റെ അച്ഛന് കൊടുക്കാൻ 100 എണ്ണം. കൊറേ കട്ട് വിറ്റ് മുടിച്ച് ഗ്യാങ് ഈ പരുവത്തിലാക്കി വെച്ചിട്ട്. നിന്റെ ഡാഡി ആരാ നിനക്ക് അതിന് അറിയാവോടാ? അറിയാത്ത ആളെ പറഞ്ഞാൽ നിനക്ക് എങ്ങനെ പൊള്ളുന്നേ? നിന്റെ തന്ത ആരാ നിനക്ക് അറിയാത്ത? പിന്നെ നിനക്ക് എങ്ങനെ ഇത്ര പൊള്ളാൻ? ഒരു സെക്കൻഡ് അണ്ണന്റെ ഡാഡിയുടെ പേരെന്ന് പറഞ്ഞ് നോട്ട് പേര് എടുത്തെടുക്കട്ടെ. അണ്ണന്റെ ഡാഡിയുടെ പേരെന്ന് പറഞ്ഞേ. അല്ല കോള് വരുന്ന കറക്റ്റ് സമയത്തോടെ അത്ര നല്ല ടൈമിങ്ങിൽ നീ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ ഇല്ല, നീ കാര്യം പറ. ഇല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. നീ എവിടെ ഉണ്ട്? നിനക്ക് സുഖമല്ലേ? സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? ഇന്ന് ലൈനപ്പിൽ നീ ഇല്ല. ഇന്ന് ലൈനപ്പിൽ നീ ഇല്ല.
അവിടെ സ്പാം വന്ന അണ്ണനെ ശല്യമായിരിക്കും അണ്ണൻ കണ്ടോ. ഒരു പട്ടി സ്പാം ചെയ്യത്തില്ല നിനക്ക് വേണ്ടി എന്തായാലും. ആണല്ലേ? അതെ. അത് വർത്താനം. ഞാൻ 2 മാസം ഡയലോഗ് ഒക്കെ അടിച്ച് ദേവക്കുട്ടിയുടെ മുഖത്ത് നോക്കി. കുഴപ്പമില്ല, സ്പെക്കിൽ ഇരുന്ന് ഇതാക്കിയാ മതി. കാടല്ല, അവർക്ക് കാടൊക്കെ എടുത്ത് കൊടുത്ത്. കാർഡായിട്ടാണോ കൊടുത്തേ? ആർക്കാ? MRCക്ക് കാടായിട്ട് കൊടുത്ത് നിങ്ങക്ക് വേണമായിരുന്നോ? കാർഡായിട്ട് കൊടുക്കണ്ടായിരുന്നു. പോയിന്റ് വെച്ച് 10 ഗണ്ണിങ് മേടിക്കായിരുന്നു. പോയിന്റ് കൊടുക്കാൻ പറ്റത്തില്ല ജോഡി, സാധനം വാങ്ങി തരാനല്ലേ പറ്റത്തുള്ളൂ. അല്ല പോയിന്റ് ബണ്ടിൽ ഞാൻ കാര്യം പോയി തിരിച്ചു മേടിച്ചിട്ട് വാറാക്കട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കാർഡ് കാണാതൊക്കെ പറഞ്ഞു പോയി അടിയുണ്ടാക്കട്ടെ അവിടെ. പോയിന്റ് അങ്ങ് ചോദിക്കും, കാർഡായിട്ട് ചോദിക്കട്ടെ. എന്തൊക്കെയാണ് കണ്ണാപ്പി വേണം എന്നാ? അത് കറക്റ്റ്. എന്താ പപ്പ? നമുക്കിപ്പോ പ്രീവാറുണ്ട് വാസവനെ. പ്രീവാർ അവർക്ക് അവരുടെ സിറ്റിയിലെ ആൾക്കാർ അവരുടെ ക്യൂലാണെന്നേ ദേവക്കുട്ടി വിളിച്ചായിരുന്നേ. ദേവക്കുട്ടി നാളത്തേക്ക് മാറ്റാൻ പാടോ? അയ്യോ അതില്ല, നാളത്തേക്കൊന്നും മാറ്റണം പപ്പ, ഇന്നത്തേക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ, കത്തല് പോക്കര് കാരണവര് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ദേവിയില് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡെവലപ്പേഴ്സ് രാപ്പകലില്ലാതെ പണിയെടുത്ത് എന്തോ ചെയ്തു വെച്ചിരിക്കുക. ഇവിടെ ഇരുന്ന് മാസ് അടിച്ച് ദേവി അത് ഒന്നും പ്രത്യേകിച്ച് ഞാൻ തത്സമയമുള്ള സമയത്ത് ഞാനിപ്പോ അവനോട്ടുള്ള ഡീൽ എന്താണെന്ന് അറിയോ? ഈ മാസത്തെ സ്ട്രീം കൂടെ കഴിഞ്ഞിട്ട് അവന്റെ കൂടെ 1 മാസം പോയി താമസിക്കാന്നാണ് പറഞ്ഞേക്കണേ. അല്ല ഇതൊക്കെ വേറെ കാര്യം പറഞ്ഞല്ലോ. അതാര്? പിള്ളേർ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഓരോന്നെടുത്ത് വെച്ച് രാത്രി ആകുമ്പോ 2 പെഗ് അടിച്ചു വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കാണിക്കും. ഞാൻ വെള്ളം കൈകൊണ്ട് പോലെ തൊടാറില്ല. ഡയറക്റ്റ് ഗ്ലാസ്സിൽ വെച്ചല്ലേ കുടിക്കണം, കൈ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞപ്പോ ഒരു വേരിയേഷൻ PL 2-6 അല്ല ഞാൻ പറയട്ടെ, ഒരു കുഴപ്പമില്ല. 2-10 എനിക്ക് പെട്ടെന്ന് PL. അയ്യോ ചെറുതായിട്ട് പിക്കൊക്കെ കൂടി വന്നിട്ട് സംശയം. നമുക്ക് പോയാലോ? ഈ ടോപ്പിക്കേ വിടാം. അപ്പൊ ശരിക്കും പോയിട്ട് വരാം. ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ആവശ്യം വന്നില്ല നമുക്ക്. 8:38:46 കറക്റ്റ് അല്ലേ? അല്ല നിങ്ങൾക്ക് 2 ടർഫ് ഓൾറെഡി ഇല്ലേ? നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലായില്ലേ? ഇനിയാണ് നമ്മൾ ഡീലിലോട്ട് കടക്കാൻ പോകുന്നത്, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ 38 കാർഡുകൾ നാളെ തന്നല്ലോ. അപ്പൊ ഇനി ഒരു കാർഡിന് ഒരു 10 CR വെച്ചിട്ട് 38 കാർഡിന് ഒരു 380 CR. നിങ്ങൾ TV അപ്പാപ്പനായിട്ട് സംസാരിക്കും, ബ്രാവോ ആയിട്ട് അല്ല, ഞാൻ TV അപ്പാപ്പനായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലല്ല TV അപ്പാപ്പ എന്റെ അടുത്ത് സംസാരിക്കാറ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പൊ സമാധാനത്തിൽ ലവ് ഫ്രം MRC എന്നൊക്കെ വന്നു, അതിപ്പോ മാറി കൊട്ടവാസു എന്നൊക്കെ പറഞ്ഞു വരും. അതിന് അവര് ടർഫ് അടിക്കണ്ട അവര്. അപ്പൊ ഇനി അമ്മാരുടെ പൈസ കൂടെ മേടിച്ചിട്ട് വേണം ബാക്കി. മൈക്ക് മാറി കിടക്കുവാന്നോ? അതല്ല ഈ മൈക്കിന്